അങ്ങാട്ട് നോക്കിയേ, ഇത് പ്രേമം മൂത്ത് നെറുകെ കയറിയെന്നാണ് തോന്നുന്നത് കേട്ടാ. പുതിയ പോലീസ് ഓഫീസർ കെട്ടാൻ വന്നിട്ട് നടക്കാതെ പോയത് ബ്ലാക്കിന്റെ ഭാഗ്യം. ഞാൻ വിചാരിച്ചു മുല്ലപ്പൂ തലയിലിട്ടതിന് എന്നെ ചീത്ത വിളിക്കുമെന്ന്. വിളിച്ചേനെ, പക്ഷെ നല്ല വാസനയുള്ള പൂവാ, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. ഈ തുറ മുഴുവൻ നടന്ന് പറിച്ച പൂവാണ് കേട്ട. അസ്തറ മേടിച്ച് തേക്കാൻ പറഞ്ഞാ തേക്കത്തില്ലല്ല. ആ മീനാച്ചി കൊച്ചിന് എന്നാ മണമാണ്. ആ മണം പിടിക്കാൻ നീ അവരുടെ കൂടെ പോവുകയാണല്ലോ. ബ്ലച്ചിക്കൊച്ചിന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പോകത്തില്ല. എനിക്കെന്തിനാ ഇഷ്ടക്കേട്? നീ പോയി മീനു ചേച്ചിയെ മരുന്ന് പറിക്കാൻ സഹായിച്ചോ? യവൻ പോയാ പിന്നെ തരകച്ചായന്റെ ബാഡി ഗാർഡിന് എന്നാ ചെയ്യും? അതിന് ഞാൻ വരണവരെ പുള്ളിക്കാരൻ വിവരക്കേടൊന്നും പറയാതിരുന്നാ മതിയല്ല. ആരാണ്ടോ വിവരക്കേട് പറഞ്ഞത്? എടാ, നിനക്കെന്തെങ്കിലും സംശയമാണെങ്കിൽ എന്നോട് ചോദിച്ചാ പോരെ, ഞാൻ പറഞ്ഞു തരുമല്ല. അത് തന്നെയാണ് ഞാനും പറഞ്ഞതല്ലേ. നീ ഇവിടെ വർത്താനം പറഞ്ഞാണ്ട് നിന്നോ. എടാ, മീനാക്ഷി കൊച്ചിന് കാട്ടിപ്പോയി മരുന്ന് പറിക്കാനുള്ളതാണ്. കാട്ടുമൃഗത്തെ പേടിച്ചിട്ടാണ് ഈ കാട്ടാമൃഗത്തെ മതിയെന്ന് ആ കൊച്ചു പറഞ്ഞത്. പിന്നെ രാവിലെ 10 മണിക്ക് മുമ്പ് തന്നെ നിന്നെ മൂസദിന്റെ വീട്ടിലെത്തിച്ചേക്കാന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. യാഗം കുടിച്ചിട്ട് പോകാൻ നോക്കണ. അതിന് ഞാൻ കുളിച്ചതാണല്ലോ. ആഹാ, എന്നാ ഈ കൊല്ലം നീ കുളിക്കാണ്ട, യാഗം പോകാൻ നോക്കണ. ഒട്ടഞ്ഞങ്കര മീനാച്ചി കൊച്ചെ കാട്ടിപ്പോയി മരുന്ന് പറിക്കാനെന്ന് പറഞ്ഞിട്ട് ഇതെന്നാത്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കണത്? എന്നെ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ എടുക്കാൻ പോകുകയാണ്. ഈ വിളക്കുകളും പൂജാദ്രവ്യങ്ങളും ഒക്കെ കണ്ടിട്ടാവണം ഇയാളിങ്ങനെ ഭയപ്പെടുന്നത്. പക്ഷെ എന്റെ ചികിത്സാവിധിയിൽ ഈശ്വരാധീനത്തിനാണ് മുൻതൂക്കം. ആയുർവേദത്തിൽ അത് പറയുന്നുണ്ട്. മീനാച്ചി കൊച്ചെ, നമുക്ക് കാട്ടി മരുന്ന് പറിക്കാൻ പോവാ. ചുമ്മാ അങ്ങനെ കാട്ടിപ്പോവാൻ പറ്റില്ല ബ്ലാക്ക്. ഇവിടെ ചില പൂജയൊക്കെ ഉണ്ട്. പൂജ? അങ്ങനെ വരട്ടാ. എന്നാ കൊണ്ടുവാ. ഞാനിവിടെ വിശന്നിരിക്കാൻ തുടങ്ങിയിട്ട് നേരം കൊറായി. അത് തിന്നാനുള്ളതല്ല. ഇയാളെന്തിനാണ് എന്റെ കണ്ണുകുത്തി പൊട്ടിക്കാൻ പോണത്? ഇയാളാള് ശരിയല്ല കേട്ടാ. നോട്ടം കണ്ടാലറിയാം. ഈ പൂജകൾ കഴിയുമ്പോൾ നിന്റെ ശരീരത്തിലെ അഴുക്കുകളൊക്കെ മാറി ശുദ്ധമാണ്. എന്നിട്ടേ മരുന്ന് പറിക്കാൻ പോകാൻ പാടുള്ളൂ. കടലിൽ പോന്നവന്റെ മേത്ത് അഴുക്കില്ലെന്നറിയത്തില്ലേ ഇയാൾക്ക്? മണ്ടൻ. അഴുക്ക് മാത്രമല്ല, എനിക്കൊരു മണം ഉണ്ടെന്ന് ബ്ലാക്ക് പറയാറില്ലേ? ഉണ്ട്. അതുപോലൊരു നല്ല മണം ബ്ലാക്കിനും ഉണ്ടാവും. അപ്പൊ ഇതിനേക്കാൾ സുന്ദരനാകും. എന്നിട്ട് ഞാൻ തുറേ പോയി ബ്ലച്ചിക്കൊച്ചിനെ മണപ്പിക്കും. അപ്പൊ എന്നോട് ഭയങ്കര ഇഷ്ടം തോന്നും. പിന്നെ ഒത്തിരി ഇഷ്ടാവും. അപ്പൊ പറയുന്ന അനുസരിക്കല്ലോ. ഇത് അങ്ങോട്ട് കൊടുക്കുക. ഇത് മാത്രം നടക്കത്തില്ല കേട്ടാ. ഞാൻ കറുത്തതേ ഉടുക്കൂ. തുറയിലെല്ലാവർക്കും അറിയാല്ല. മീനുക്കൊച്ചെ, ഇങ്ങനാണെങ്കിൽ ഞാൻ പോകയാ. വേണ്ട, അതവിടെ വെച്ചേക്ക. നീ തന്നെ കൊടുത്താ മതി. എന്റെ അമ്മോ, ഇതെന്തൊരു സ്വരമാണ്? കരടി അമർന്ന പോലെ ഉണ്ടല്ല. നിങ്ങ എങ്ങനെയാണ് ഇയാളെ സഹിക്കണത്? എങ്കി പൂജ തുടങ്ങട്ടെ ബ്ലാക്ക്. മണം കിട്ടാൻ വേണ്ടിയല്ല, തുടങ്ങിക്കാം. പക്ഷെ മീനുക്കൊച്ച അടുത്ത് തന്നെ വേണം. ധൃതി വെക്കണ്ട, എല്ലാം മംഗളായിട്ട് അങ്ങോട്ട് തീർന്നു. ആളിപ്പോ നല്ല ഉഷാറില്ല. സാറിനോട് എന്തൊക്കെയോ സംസാരിക്കണ്ട. എനിക്കൊന്ന് കാണണം. വേണ്ട, സമയമാവുമ്പോ സാർ അങ്ങോട്ട് അകത്തേക്ക് വിളിപ്പിക്കും. അതുവരെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഇവിടെ കുത്തിയിരിക്കുക. വരിക നടക്ക നാവടക്കട വിടക്കേ.
Sir? Sir? What happened? Nothing. But you look very tensed. എല്ലാം അങ്ങ് വിചാരിച്ച പോലെ നടന്നില്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ലേ? സാർ ഇന്ന് ന്യൂയോർക്കിൽ പറഞ്ഞതും ഇന്നിവിടെ സംഭവിച്ചതും എല്ലാം സത്യമല്ലേ? അതെ. അപ്പൊ ഇത് നീ ഉദ്ദേശിച്ച ആളല്ല. कौन भेजा तुम्हें? बोल। हैरानी से क्यों देख रहे हो? आई एम प्रफुल्ल कुमार, मेयर ऑफ बॉम्बे. മേയർ സാബ് ആപ്പ് ഇധർ? ഇത് ഞങ്ങളുടെ സ്ഥലമല്ലേ? ഇവിടെ വന്നൊരാൾ ഷൈൻ ചെയ്തപ്പോ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ? അതും ഒരു മലയാളി. तुम बॉम्बे में काई भी शाइन कर सकते हो. പക്ഷേ മഡ് ഐലൻഡിലെ ഈ കോളനി എന്റെ മാത്രം സാമ്രാജ്യ. ഇവിടെ ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. തൽക്കാലം ആ സൂട്ട് കേസിങ് തന്നേര്. ഈ പെട്ടിയും നിങ്ങളുമായിട്ടുള്ള ബന്ധം? എന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്നല്ലേ നീ ഇത് എടുത്തോണ്ട് വന്നത്? ഞാൻ പ്രകാശ്, എന്റെ വീട്ടിൽ നിന്ന് നീ ഇതിൽ പെട്ടിയെടുത്തു. ഇദ്ദേഹം ഞങ്ങളുടെ നാഷണൽ പാർട്ടിയുടെ മഹാരാഷ്ട്ര സ്റ്റേറ്റ് സെക്രട്ടറിയാണ്. അറിയില്ലേ? യെസ്. അപ്പൊ ഈ ഫയൽസിലെ എം സാബ് നിങ്ങളാണല്ലേ? മേയർ സാബ്. യു സെഡ് ഇറ്റ്. ഇവൻ മിടുക്കനാ. നീ മിടുക്കനാ. നീ ഞങ്ങളുടെ മർമ്മത്ത് തന്നെ പിടിച്ചു. വാ. പക്ഷേ ഇവിടെ അന്യനാട്ടി വന്നിട്ട് ഒരു മലയാളി തന്നെ ഒരു മലയാളിയെ തകർക്കണോ? നിർത്തടാ. കുറെ നേരമായി മലയാളി മലയാളി എന്ന് പറയുന്നു. പിറന്ന നാടിനെ പെറ്റമ്മയെ പോലെ കാണുന്നവനാ മലയാളി. ആ പേര് പറഞ്ഞ് ഞെളിയാൻ നിനക്കെന്താ അവകാശം? ഈ നാട്ടിൽ വന്ന് ഇവിടുത്തെ മേയർ വരെ ആയതിൽ നിന്നെ ബഹുമാനിച്ചിരുന്നവനാ ഞാൻ. ആ എന്റെ കയ്യിൽ തന്നെ വന്നിരിക്കുന്നു നിന്റെ അന്ത്യം. ബോംബെയുടെ നഗരപിതാവ് ISIയുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് പാകിസ്ഥാന് വേണ്ടി ഇന്ത്യയിൽ വർഗീയ കലാപം ആസൂത്രണം ചെയ്യുന്ന സ്വന്തം നാടിന്റെ ആരാചാരാ നീ. You are not just a criminal, bloody traitor. യെസ് യെസ്, അതിന്റെ തെളിവാ നിനക്ക് കിട്ടിയത്. ഇത് മാത്രമല്ലടോ, ഞെട്ടിക്കുന്ന തെളിവുകൾ വേറെയുമുണ്ട്. അതുകൊണ്ട് തന്നെയാ പറഞ്ഞത്, ആ തെളിവടങ്ങുന്ന ഈ പെട്ടി തരാതെ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ല. പെട്ടി തന്നാൽ പോവല്ലോ അല്ലേ? ആ ബഹുമാന്യ മേയർ, എനിക്ക് കിട്ടിയ തെളിവുകൾ അനുസരിച്ച് എം സാബ് എന്ന് പറയുന്ന താനാണ് ഇന്ത്യയെ ഞെട്ടിച്ച ബോംബെ സ്ഫോടനം പാകിസ്ഥാന് വേണ്ടി നടപ്പിലാക്കിയത്. ബാന്ദ്രയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സിരകളിൽ വർഗീയ വിഷം കുത്തിവെച്ച് നൂറുകണക്കിന് ഹിന്ദുക്കളെ കൊന്നൊടുക്കിച്ചതിന്റെ സൂത്രധാരൻ താനാണ്. ഓ മൈ ഗോഡ്, എന്താ രമേശ് നീ പറയുന്നത്? ഞാനും നീയൊക്കെ ഹിന്ദു അല്ലേ? വി ആർ ഹിന്ദു ബ്രദേഴ്സ്.
നമുക്കതിന് കഴിയൂ. നിന്നെ ഒന്നും മനുഷ്യനെന്ന് വിളിക്കാൻ പറ്റില്ല, പിന്നല്ലേ ഹിന്ദു. ഒരു മതേതര രാഷ്ട്രമായ ഇന്ത്യയിൽ മുസ്ലിം തീവ്രവാദികളെന്ന ഭീകരജീവികളെ പോറ്റി വളർത്തിയത് നിന്നെ പോലത്തെ പണക്കൊതിയന്മാരാ. പണം പറ്റിക്കൊണ്ട് ശത്രുരാജ്യത്തിനു വേണ്ടി മാതൃരാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന നിന്നെ പോലത്തെ തന്തയ്ക്ക് പറക്കാത്ത ഹിന്ദുക്കളെയാണ് ആദ്യം കൊന്നൊടുക്കേണ്ടത്. बढ़िया वंडरफुल स्पीच. അഗർവാൾ സാബ്, Don't waste the time, Ramesh. Give him the briefcase. उसके बदले में what do you want? സാബ്, Give it, Ramesh. Give it to me. താങ്ക് യു. इसमें नहीं है डॉक्यूमेंट. What? Where are the documents? Where are the documents? എവിടെയാണ് ഡോക്യുമെന്റ്സ്? അതെത്തേണ്ടടുത്ത് എത്തും. നീ എന്നെ ചതിച്ചു. പന്നനാറി, നിനക്കിത് എന്താണ് പറ്റിയത്? എടാ ഏരടാ, എടാ ഏരടാ, എടാ ഏക്കാൻ. ഓ, 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 എന്റെ ഈശോ. എടാ മകനെ, നിനക്കെന്താണ് മുണ്ടാട്ടം മുട്ടിപ്പോയ? അതാ നിന്റെ നാക്കാൻ മൂസത് പറിച്ചെടുത്ത? അതാ നീ വരെ മരുന്ന് കൊടുത്ത് കയറ്റിയ? അല്ല, എന്നെ കടാലെടുത്ത് കയറ്റുമല്ല. ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ലപ്പാ, ഇതെന്ത് പറ്റി? ഇനി കാട്ടിൽ പോയപ്പോ വല്ല പ്രേതം പറ്റാ കൂടിയതാണ്. എടാ വെക്ക, നീ ആ കുരിശെടുത്തുകൊണ്ടൊന്ന് മുത്തിച്ച് നോക്കിക്കേ. വലിയ കുരിശാണ്. ആ, ഒന്ന് വെക്കം കൊണ്ടുപോവാ. അതെടുക്കാൻ പറ്റിക്കല്ലേ കേട്ടാ? അതെന്താണ്? അതിന് കർത്താവ് കിടക്കുക. ഓ, എന്റെ ട്രീസേ, കുരിശെടുക്കാൻ നീ അല്ലാണ്ട് ഈ കുരിശിനെ പറഞ്ഞു വിടുമാ? നോട്ടം കണ്ടാ, നോട്ടം കണ്ടാ. ആ, ഞാൻ മീനാക്ഷി കൊച്ചിനോട് ചോദിച്ചിട്ട് വരാം, ഇവരെന്നാ പറ്റിയെന്ന് അറിയണമല്ല. ട്രീസേ, വേഗം വാ. എടാ വന്നെ. എടാ മരക്കഴുതേ, നീ എന്താടാ ഒന്നും മിണ്ടാത്തെ? നിനക്ക് വിശക്കുന്നില്ലേ? ദേ നോക്കി, നീ മിണ്ടാതിരുന്ന ഒരു രസമില്ല കേട്ടോ. എന്തെങ്കിലും ഒന്ന് പറ ബ്ലാക്കേ. നീ ഇവിടെ ഇല്ലാതിരുന്നപ്പോഴാ എനിക്കൊരു കാര്യം മനസ്സിലായത്. എന്താന്ന് ചോദിക്കേ, അല്ലെങ്കിൽ വേണ്ട, പിന്നെ പറയും. അയ്യോ, ഇവനെ ഒന്ന് മിണ്ടിക്കാൻ ഞാൻ എന്താ കർത്താവേ ചെയ്യണ്ടേ? നീ ഇത് കണ്ടോ? മീനു ചേച്ചി ഷൂട്ട് ചെയ്തതാ. ബ്ലാക്ക് കലക്കിയിട്ടുണ്ട്. കൊച്ചിനും ഇതുപോലെ നല്ല അസ്തർ വാങ്ങി പൂശിക്കൂടെ? അത് ബോംബെയിലേ കിട്ടൂ. എന്നാ നമുക്ക് ബോംബെക്ക് പോവാം. ഞങ്ങ തമ്മി ഇഷ്ടാണെന്ന് തുറക്കാര് പറയണത് കള്ളമല്ല, സത്യാണ്. അപ്പനെന്നാ
കുട്ടനാട് എന്തോരം സ്നേഹമുണ്ട്. ഈ കടലോളം പോരാ, എന്നാ ഈ ഭൂമിയോളം അതും പോരാ. പിന്നെന്തോരം വേണം? നമ്മുടെ ചെമ്പരത്തിന്റെ ഷാപ്പിലെ പുട്ടുപോലത്തെ കപ്പയില്ലേ, അത്രയും വേണം. ഞാൻ പറഞ്ഞത് പുളൂസല്ല, സത്യമാണ്. അവനിട്ട് പ്ലാന്റടാ, പ്ലാന്റിക്കൂടാ. അതൊന്നുകൂടെ പ്ലേ ചെയ്തേ. എന്താ പറഞ്ഞേ? പ്ലേ ചെയ്യാനോ? മൂസദിന്റെ അടുത്ത് പോയി ഇംഗ്ലീഷും പഠിച്ചോ? ബ്ലാക്ക് ചെയ്ത് എന്ത് ചെയ്യാനാ? ഒന്നുകൂടെ പറഞ്ഞേ. പ്ലേയിങ്ങും ചെയ്യാൻ. ഇപ്പോഴും എന്റെ മനസ്സ് പറയുന്നു ഈ ബ്ലാക്ക് രമേശ് ശർമ്മയാണെന്ന്, എന്റെ സ്വന്തം രമേശാണെന്ന്. ഇല്ല, എന്റെ അന്വേഷണം നിർത്താറായിട്ടില്ല. ഞാനും പറഞ്ഞു പറഞ്ഞതിപ്പോ രമണന്റെ ചന്ദ്രികയുടെ കഥ പറഞ്ഞ പോലെ ആവുക. ചന്ദ്രിക ഇപ്പൊ രമണന്റെ കാത്തിരിപ്പുണ്ടാവും. ചന്ദ്രിക കുഞ്ഞ്, അല്ല മീനാക്ഷി കുഞ്ഞ്. ആ, ഞാൻ പോയി നോക്കി. ഇപ്പൊ അവൻ മാത്രമേ വീട്ടിലുള്ളു. ശരി, ഞാനും കൂടെ കൂട്ടിന് വന്നാ. ഏയ് വേണ്ട. അപ്പൊ ഞാൻ പോവാവല്ലേ? അയ്യോ എന്റെ അമ്മ, അയ്യോ. താനിപ്പോ മേലെ ചെന്ന് എന്താ പറഞ്ഞേ? അല്ല, ആ കാര്യം ഇങ്ങോട്ട് വന്ന് പറയാനായിട്ട് വന്നപ്പോൾ മോൾ അങ്ങോട്ട് വന്നു. ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോകും. സീസറും മീഡിയം, അല്ല സീസറും രണ്ടും പറഞ്ഞത് കള്ളവല്ലെന്ന് ഇപ്പൊ ബോധ്യമായി കേട്ടാ. എന്തോന്ന്? ബ്ലാക്ക് തനിച്ചിരിക്കുന്ന സമയത്ത് കാണാൻ പോകാനിരിക്കുകയാണ് മീനാക്ഷി കുഞ്ഞ്. ആ മന്ദബുദ്ധിയുടെ ഒരു സമയനേ.